ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ലിലെ പ്രീമിയം മെത്തേഡാണല്ലോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ എ ബി അങ്ങനെ 2 കേസുകൾ നമ്മൾ ഡീൽ ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ സി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഡീൽ ചെയ്യാം. നോക്കുക, ദ ഇൻകമിങ് പാർട്ട്ണർ ബ്രിങ്സ് ഇൻ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഇൻ ക്യാഷ്. ദ സെയിം ഇൻ ഫുൾ ഓർ പാർട്ട് ഈസ് വിഡ്രോൺ ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ്. പുതിയതായിട്ട് വരുന്ന ഇൻകമിങ് പാർട്ട്ണർ ഷെയർ ഓഫ് ഗുഡ് വില്ല് ക്യാഷായിട്ട് കൊണ്ടുവരുന്നു. ആ കൊണ്ടുവന്ന ക്യാഷിൽ ഒന്നുകിൽ ഫുൾ എമൗണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗികമായോ ഓൾഡ് പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്നു. അതായത് പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് അത് പഴയ പാർട്ട്നേഴ്സിനുള്ള ആണല്ലോ, അവരത് ഫെയിമിലിടാതെ അവരത് എന്ത് ചെയ്തു വിഡ്രോ ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തും? നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് ആൻഡ് ഹാഫ് ദ എമൗണ്ട് വിഡ്രോൺ ബൈ ദി പാർട്ട്നേഴ്സ്. ഗുഡ് വില്ല് ക്യാഷായിട്ട് കൊണ്ടുവന്നു, അതിൻ്റെ പകുതി പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്നു. എം ആൻഡ് എൻ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. 3:2 എന്ന അനുപാതത്തിൽ ലാഭം പങ്കിടുന്ന 2 പാർട്ട്നേഴ്സാണ് എമ്മും എന്നും. ദേ അഡ്മിറ്റ് പി ഇൻറ്റു പാർട്ട്ണർഷിപ്പ് ഹൂ പേയ്സ് ₹50,000 ഫോർ ഹിസ് ക്യാപിറ്റൽ ആൻഡ് ₹12,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. ഈ ഒരു സാഹചര്യത്തിൽ പി എന്ന പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹം 50,000 രൂപ 50,000 ക്യാപിറ്റലായിട്ടും 12,000 ഷെയർ ഓഫ് ഗുഡ് വില്ലായിട്ടും കൊണ്ടുവരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അണ്ടർലൈൻ ചെയ്യാം. അതായത് എമ്മും എന്നും ആണ്, അവരുടെ ഓൾഡ് റേഷ്യോ 3:2. പി ആണ് അഡ്മിറ്റ് ചെയ്യുന്നത്. 50,000 രൂപ എന്തായിട്ട് കൊണ്ടുവരുന്നു? ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നു. ആൻഡ് 12,000 ആണ് ഷെയർ ഓഫ് ഗുഡ് വില്ല്. ഹാഫ് ഓഫ് ദ ഗുഡ് വിൽ ഈസ് വിഡ്രോൺ ബൈ ദി പാർട്ട്നേഴ്സ്. ഗുഡ് വില്ലിൽ കൊണ്ടുവന്ന ഗുഡ് വില്ലിൻ്റെ പകുതി എമൗണ്ട് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയി, ഫെയിമിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. ദേ എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3:3 ഇൻ ഫ്യൂച്ചർ. അപ്പോൾ അവർ പുതിയ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, 4:3:3. ഇതെന്ന് പറയുന്നത് ന്യൂ റേഷ്യോ, ഇതെന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ. നോക്കാം. ഇപ്പോൾ ഇവിടെ ഗുഡ് വില്ല് ക്യാഷായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഗുഡ് വില്ല് വീതിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഏത് റേഷ്യോ കണ്ടുപിടിക്കണം? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. സാക്രിഫൈസിങ് റേഷ്യോ നമുക്കിവിടെ കണ്ടുപിടിക്കാം. അതിനാവശ്യമായ ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോയും ഉണ്ട്. എങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അത് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓൾഡ് റേഷ്യോ 3:2 ആണ്, അതായത് 3/5:2/5. നോക്കുക, ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 4:3:3 ആണ്, അതായത് 4/10:3/10:3/10. ഇനി 2 പേരുടെ സാക്രിഫൈസ് കണ്ടുപിടിക്കുക. ഓൾഡ് പാർട്ട്നേഴ്സ് ആണല്ലോ സാക്രിഫൈസ് ചെയ്യുന്നത്, അതുകൊണ്ട് സാക്രിഫൈസ് ഓഫ് എം, ഓൾഡ് ഷെയർ, എമ്മിൻ്റെ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. എമ്മിൻ്റെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 3/5 ആണ്, അത് മൈനസ് ന്യൂ ഷെയർ എത്രയാണ്? 4/10 ആണ്. 4/10 ഈക്വൽ ടു ചെയ്യാനറിയാം, ചെയ്തു വരുമ്പോൾ 2/10 കിട്ടും. ഇനി അതുപോലെ എന്നിൻ്റെ സാക്രിഫൈസ് കണ്ടുപിടിക്കാം. എന്നിൻ്റെ ഓൾഡ് ഷെയർ 2/5 ആണ്, മൈനസ് ന്യൂ ഷെയർ 3/10 ആണ്, ഈക്വൽ ടു 1/10. Hence, sacrificing ratio of M and N equal to 2/10:1/10 അല്ലെങ്കിൽ 2:1 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് സാക്രിഫൈസിങ് റേഷ്യോ. ഇനി നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. അപ്പോൾ ആദ്യം നോക്കാം, പി ആണ് പുതിയ പാർട്ട്ണർ. പുതിയ പാർട്ട്ണർ ഫേമിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ 50,000 ആണ്, ഗുഡ് വില്ല് 12,000 ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്യാഷായിട്ട് മൊത്തം വന്നേക്കുന്ന എമൗണ്ട് എത്രയാണ്? 62,000 രൂപ വന്നിട്ടുണ്ട്. 50,000, അതിൽ 50,000 ക്യാപിറ്റലും 12,000 ഗുഡ് വില്ലുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ എൻട്രി അങ്ങ് എഴുതാം. എങ്ങനെയാണ്?
ക്യാഷും ഗുഡ് വില്ലും ഫെയിമിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ആരാണിത് കൊണ്ടുവന്നിരിക്കുന്നത്? പിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ, പീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ തന്നെ ഗുഡ് വിൽ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ക്യാഷ് ആയിട്ട് മൊത്തം 62,000 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 62,000. പീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതിൽ പിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നേക്കുന്നത് 50,000. അതുപോലെ തന്നെ ഗുഡ് വിൽ അക്കൗണ്ടിൽ 12,000. ഗുഡ് വിൽ 12,000 അല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അത് എഴുതി. ഇനി കൊണ്ടുവന്ന ഗുഡ് വില് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. അതാണല്ലോ ഇനി ചെയ്യേണ്ടത്. അതങ്ങ് ചെയ്യാം നമുക്ക്. അപ്പം ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് എത്രയാണ്? 12,000 ആണ്. അപ്പം 12,000 ആണ്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 2:1 ആണ്. അപ്പം എന്ത് ചെയ്യണം? ഈ 12,000-നെ ഓൾഡ് പാർട്ട്നേഴ്സ് ആരാണ്? എമ്മും എന്നും അല്ലേ. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ഈ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് പോകേണ്ടത്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് എൻട്രി എഴുതേണ്ടത്? ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ 12,000. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് 12,000 ആണ്. അപ്പോൾ അത് 12,000 ടു എംസ് ക്യാപിറ്റൽ അക്കൗണ്ട്, എമ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, അതായത് 2:1 റേഷ്യോ. അപ്പം എങ്ങനെയാണ് വീതിക്കേണ്ടത്? 12,000 ഇൻറ്റു 2/3 അല്ലേ. അപ്പോൾ എത്ര വരും? 8,000. അതുപോലെ തന്നെ എന്നിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഉള്ളത് അത് 4,000. അപ്പോൾ രണ്ടുപേരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തതാണ്. ഇനിയാണ് നമുക്ക് ഈ പാർട്ട്നേഴ്സ് ഇത് വിഡ്രോ ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ഇവർക്ക് കിട്ടിയപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി അല്ലേ, അക്കൗണ്ടിലേക്ക് വന്നതല്ലേ. അപ്പോൾ അതെന്തായി? ക്രെഡിറ്റ് ആയി. ഇനി അത് അവർ വിഡ്രോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇഫക്റ്റ് വരണമെങ്കിൽ വിഡ്രോ ചെയ്യുമ്പോൾ എന്താ വരേണ്ടത്? അവരുടെ അക്കൗണ്ടിൽ എന്തായിരിക്കും വരേണ്ടത്? ഡെബിറ്റ് അല്ലേ വരേണ്ടത് അല്ലേ. അപ്പം നമ്മൾ ഓർത്തിരിക്കാനായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് എന്നല്ല വരുന്നത്. അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ, അതായത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അക്കൗണ്ടിലേക്ക് ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇനി അവരുടെ അക്കൗണ്ടിൽ നിന്ന് അവർ പിൻവലിക്കുകയാണ്. അപ്പോൾ വിഡ്രോ ചെയ്യുമ്പം എന്ത് വരുത്തുക? ഡെബിറ്റ് വരുത്തുക. അപ്പം എങ്ങനെയാണ്? അപ്പോൾ എത്ര എമൗണ്ടാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്? ഹാഫ് അല്ലേ, ഹാഫ് എമൗണ്ടാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും പകുതി എമൗണ്ട് വെച്ച് വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഫേമിൽ നിന്ന് ക്യാഷ് എന്ത് ചെയ്യുന്നു? പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പം ക്യാഷ് അക്കൗണ്ടിനെ ക്യാഷ് പോകുന്നതായിട്ട് വേണം എൻട്രി വരാനായിട്ട്. വന്നപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു, പോകുമ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പം നോക്കിക്കേ. അപ്പോൾ എമ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് പകുതി എടുത്തു എന്ന് പറയുമ്പോൾ എത്ര എടുക്കുന്നത്? 4,000. സോ എംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4,000, എൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,000. എന്താ പോയത് നമ്മുടെ ഫേമിൽ നിന്ന്? ടു ക്യാഷ്. ഇത് രണ്ടും കൂടെ ചേർത്ത് എത്രയാണ് വരുന്നത്? 6,000. നരേഷൻ ഹാഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ വിഡ്രോൺ. ഗുഡ് വില്ലിൻ്റെ പകുതി എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. അപ്പം നോക്കിക്കേ, നേരത്തെ ഇത്രയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇവരുടെ കൂടി നിന്നതാണ്. ഇപ്പം ഇത്രയും തുക എന്തായിട്ടുണ്ട്? ഡെബിറ്റായി. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലേ? ഇങ്ങനെയുള്ള ഈ ലോജിക്ക് വെച്ച് ചിന്തിച്ചെഴുതുക, അല്ലാതെ എല്ലാ എൻട്രിയും കാണാപ്പാഠം പഠിച്ചല്ല നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോന്നിലും നമുക്കതൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പം മനസ്സിലായില്ലേ? ഇപ്പം 3 എൻട്രിയാണ് എഴുതേണ്ടത്. ഗുഡ് ക്യാപിറ്റൽ കൊണ്ടുവന്ന എൻട്രി, ഗുഡ് വില്ല്, ഗുഡിൻ്റെ എമൗണ്ടും വന്നു. ഇത് രണ്ടും ക്യാഷ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 62,000. ഇനി അതുപോലെ തന്നെ ആ ഗുഡ് വില്ല് അത് ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. അത് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ക്രെഡിറ്റഡ് ടു എം ആൻഡ് എൻ ഇൻ ദ സാക്രിഫൈസിങ് റേഷ്യോ, ദാറ്റ് ഈസ് 2:1. നരേഷനൊക്കെ ഇതുപോലെ എഴുതണം. അതുപോലെ എംസ് അക്കൗണ്ട് എന്ന് എഴുതുന്നത് എംസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ എംസ് ക്യാപിറ്റൽ കഴിഞ്ഞ ഹോംവർക്ക് ചെയ്ത് അയച്ചതിലൊക്കെ വെറുതെ എംസ് അക്കൗണ്ട്, എൻ അക്കൗണ്ട് അല്ലെങ്കിൽ പി അക്കൗണ്ട് എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് പോരാ. അപ്പം അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ഇത് ക്രെഡിറ്റ് ആയേക്കുന്നത്. ഇനി അവരത് വിഡ്രോ ചെയ്യുമ്പോൾ നേരെ തിരിച്ചു ചെയ്യുക.
അതെന്ത് ചെയ്യുക, ഹാഫ് എമൗണ്ട് ആണ് അല്ലേ വിഡ്രോ ചെയ്തത്. അപ്പോൾ പകുതി എമൗണ്ട് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്തേക്കുക, ഡെബിറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഫേമിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4000, എൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2000, ടു ക്യാഷ് അക്കൗണ്ട് 6000 എന്ന് വേണം കാണിക്കാനായിട്ട്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഹോംവർക്ക് ഞാൻ പിന്നീട് തരാം. ഇനി മറ്റൊരു കേസ് നോക്കിക്കേ. ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഇൻ എ പോർഷൻ ഓഫ് ദ ഗുഡ് വിൽ ഇൻ ക്യാഷ്. ഇപ്പം നമ്മൾ ഗുഡ് വില്ല് മൊത്തം കൊണ്ടുവന്നെന്നുള്ള കേസുകളല്ലേ നമ്മൾ ഡീൽ ചെയ്തത്. ഇനി പുതിയ പാർട്ട്ണർ ഗുഡ് വില്ലിൻ്റെ ഒരു കുറച്ച് പോർഷൻ മാത്രമാണ് ക്യാഷായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ, കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ക്യാഷായിട്ട് തന്നിട്ടുള്ളൂ എങ്കിൽ എങ്ങനെ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യണമെന്നാണ് നോക്കുക. If the incoming partner brings only a portion of his share of the goodwill in cash, then the goodwill account is credited for the amount of goodwill brought in cash by him. Afterwards, the incoming partner's capital will be debited for the remaining amount. The effect is that his capital account will get reduced. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. എന്നാലും ഞാനിതിലൊന്ന് പറഞ്ഞേക്കാം. അതായത് ഇൻകമിങ് പാർട്ട്ണർ തൻ്റെ ഗുഡ് വില്ലിൻ്റെ ഷെയറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ക്യാഷായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ എങ്കിൽ, അതായത് ഒരു 20,000 രൂപ തരാനുണ്ടായിരുന്നതിൽ 15,000 ആണ് ക്യാഷായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ എങ്കിൽ, then the goodwill account is credited for the amount of goodwill brought in cash by him. അപ്പോൾ കൊണ്ടുവന്ന എമൗണ്ട് എന്ത് ചെയ്യുക, ഗുഡ്വിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇനി ആഫ്റ്റർവേർഡ്സ് ദ ഇൻകമിങ് പാർട്ട്നേഴ്സ് ഇനി കൊണ്ടുവരാൻ കുറച്ച് എമൗണ്ട് കൂടെ കാണുമല്ലോ, ആ തുക എന്ത് ചെയ്യണം, അവരുടെ ഇൻകമിങ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഗുഡ് വില്ലിൻ്റെ എത്രയാണ് ഇനി കൊണ്ടുവരാനുള്ള എമൗണ്ട്, ആ അത്രയും എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്തു പോകും. എനിക്ക് പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും. നോക്കാം. A and B are partners sharing profits in the ratio of 3:2. 3:2 എന്ന അനുപാതത്തിൽ ലാഭവും നഷ്ടവും പങ്കിടുന്ന രണ്ട് പാർട്ട്നേഴ്സാണ് എയും ബിയും. സി ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ ഫോർ 1/4 ഷെയർ ഇൻ ദ പ്രോഫിറ്റ്. സി എന്ന പാർട്ട്ണറെ 1/4 ഷെയറിൽ അഡ്മിറ്റ് ചെയ്യുന്നു. സി ബ്രോട്ട് ഇൻ ₹2 lakh ആസ് ഹിസ് ക്യാപിറ്റൽ. സിയുടെ ക്യാപിറ്റൽ എത്രയാണ്, 2 lakh ആണ്. 2 lakh ആസ് ഹിസ് ക്യാപിറ്റൽ. ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ വാസ് ₹20,000. ഗുഡ് വില്ലിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്, 20,000 ആണ്. ബട്ട് ഹി വാസ് ഇൻ എ പൊസിഷൻ ടു ബ്രിങ് ഓൺലി ₹15,000. പക്ഷേ എത്ര രൂപയെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ, 15,000 രൂപ. 20,000 ആയിരുന്നു ഗുഡ് വില്ല് കൊണ്ടുവരേണ്ടത്, പക്ഷേ എത്രയേ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ, 15,000 രൂപ. പാസ് ദ നെസസറി ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഇവിടെ ഇവരുടെ ജേർണൽ എൻട്രീസ് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്കിത് രേഖപ്പെടുത്തുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കൊണ്ടുവന്ന ക്യാഷ് ഗുഡ്വില്ലും ക്യാപിറ്റലും ആദ്യം നമുക്ക് അത് രേഖപ്പെടുത്തണം. നമുക്ക് എത്രയാണോ ക്യാഷായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, അപ്പം വന്നിരിക്കുന്നത് ക്യാഷ് എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്, എത്ര കിട്ടിയിരിക്കുന്നത്, 2 ലക്ഷമാണ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത്. പിന്നെ ഗുഡ്വില്ല് 20,000 ആയിരുന്നു കൊണ്ടുവരേണ്ടത്, പക്ഷേ ക്യാഷായിട്ട് എത്ര കിട്ടിയിട്ടുള്ളൂ, 15,000. അപ്പം മൊത്തം എത്രയാണ് ക്യാഷായിട്ട് ഫേമിലേക്ക് വന്നിരിക്കുന്നത്, 2,15,000. അപ്പോൾ അത്രയും ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് 2,15,000. ഇനി 2 അതിൽ 2 ലക്ഷമാണ് സിയുടെ ക്യാപിറ്റലായിട്ട് വരുന്നത്. 2 സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakh, 2 ഗുഡ് വിൽ അക്കൗണ്ട് 15,000. മനസ്സിലായല്ലോ. ക്യാഷ് ബ്രോട്ട് ഇൻ ബൈ സി ഫോർ ക്യാപിറ്റൽ ₹2 lakh ആൻഡ് എ പോർഷൻ ഓഫ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ₹15,000. ഇവിടെ ക്യാഷായിട്ട് തന്ന എമൗണ്ടേ എഴുതാവുള്ളൂ കേട്ടോ, അല്ലാതെ ഇവിടെ ഗുഡ് വില്ലെന്ന് എഴുതിയിട്ട് 20,000 എഴുതിയാൽ തെറ്റാവും. ഇവിടെ എത്രയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതല്ലേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ, അപ്പോൾ അത്രയുമേ ഇവിടെ എഴുതാവുള്ളൂ. ഇനി എന്ത് ചെയ്യണം, ഗുഡ് വില്ല് 20,000 തരേണ്ടതാണ്. അപ്പോൾ ഈ 20,000 ഓൾഡ് പാർട്ട്നേഴ്സിന് കിട്ടണം അല്ലേ. 20,000 രൂപ ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കേണ്ടതുണ്ട്. നോക്കാം ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്താണെന്ന് നോക്കിയേക്കാം. നോക്കിക്കേ, നമുക്ക് ടിപ്സ് വെച്ച് കിട്ടുമായിരിക്കുമല്ലോ. കിട്ടുമല്ലോ. 3:2 ആണ് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. പുതിയ പാർട്ട്ണറുടെ ഷെയർ 1/4. അപ്പോൾ ഒന്നും ആലോചിക്കാനുള്ള സാക്രിഫൈസിങ് റേഷ്യോ ഇവിടെ ഏത് തന്നെയാണ്, 3:2 ആണ്.
അപ്പം 3:2 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഗുഡ്വില് കൊണ്ടുവന്ന എമൗണ്ട് ഗുഡ്വിൽ അക്കൗണ്ടിൽ എത്രയാണുള്ളത്? 15,000. അത് നമ്മൾ എഴുതി. ഇനി എന്നാ ചെയ്യേണ്ടത്? ഇനി 5,000 കൂടി തരാനില്ലായിരുന്നോ? അത് നമ്മളിനി ഏതിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നാണ് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നോക്കിക്കേ, ഇപ്പം സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 lakh ക്രെഡിറ്റ് കിടപ്പുണ്ട്. കൊണ്ടുവന്നിട്ടില്ലേ 2 lakh? അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇനി കിട്ടാനുള്ള ഗുഡ്വില്ലിനെ ഈ ക്യാപിറ്റലിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം 2 lakh അവിടെ കിടപ്പുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒരു 5,000 രൂപ ഇനി തരാനുള്ള ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതായത് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഒരു 5,000 നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. അതിനെടുക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് കിടന്നു, അതിൽ നിന്ന് 5,000 പോകുമ്പോൾ എന്ത് കാണിക്കണം? ഡെബിറ്റ് കാണിക്കണം. അതായത് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്ന എത്ര രൂപ? 5,000 രൂപ. അപ്പോൾ ഇനി സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് എത്രയേ കാണുകയുള്ളൂ? 1,95,000 രൂപ മാത്രമേ കാണുകയുള്ളൂ. അതായത് 5,000 രൂപ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് തരാനുണ്ടായിരുന്നതില്ലേ, അത് നമ്മൾ പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ മൊത്തം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് 20,000 രൂപ ഗുഡ്വിൽ എന്നുള്ള രീതിയിലാക്കി. ഇനി ആ 20,000 രൂപ ഓൾഡ് പാർട്ട്നേഴ്സിന് എയും ബിയും അല്ലേ, അവർക്ക് ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കണ്ടിട്ടുണ്ട്, 3:2 എന്നാണ്. അപ്പോൾ 20,000-നെ 3:2 എന്ന റേഷ്യോയിൽ വീതിക്കുക. അപ്പോൾ 20,000 × 3/5 12,000, 20,000 × 2/5 8,000. ഇത്രയാണ് ഇതിനകത്തുള്ളൂ. മനസ്സിലായില്ലേ? അതായത് ഒന്നുമില്ല, ഇവിടെ നമുക്ക് കിട്ടിയ ഗുഡ്വിൽ എഴുതുന്നു. അതായത് പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ ക്രെഡിറ്റായി കിടപ്പില്ലേ? അപ്പോൾ ഇനി ഒരു ഗുഡ്വില്ല് 5,000 കൂടി തരാനുണ്ടായിരുന്നു. ആ തരാനുള്ളത് നമ്മൾ പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് ആണ് വന്നേക്കുന്നത്. അതിൽ നിന്ന് 5,000 നമ്മൾ എടുക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് 5,000 പോകുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ 20,000 ക്രെഡിറ്റും 5,000 ഡെബിറ്റും വന്നു. അപ്പോൾ ഇനി ബാലൻസ് എത്ര അതിനകത്ത് കാണുകയുള്ളൂ? 1,95,000. അപ്പം നമ്മൾ ഗുഡ്വിൽ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ചെറിയ പ്രോബ്ലം കൂടിയുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം മെത്തേഡ് തിരികെയാണ്. അതുകൂടെ ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. നോക്കിക്കോ. അതായത് when the new partner not paying cash for goodwill, പുതിയ പാർട്ണർ ഒട്ടും ക്യാഷ് കൊണ്ടുവരുന്നില്ല എങ്കിൽ ഗുഡ്വില്ലിൻ്റെ 1 രൂപയും ഗുഡ്വില്ലിൻ്റെ, ഇപ്പം നമ്മൾ പകുതി ഇച്ചിരി 20,000 15,000 തന്നൊന്നല്ലേ, ഇനി ഒട്ടും തരുന്നില്ല എങ്കിൽ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് നോക്കിക്കോ. നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കേണ്ട ആവശ്യമില്ല. നോക്കിക്കോ. എന്നാലും when the goodwill of the firm is evaluated and the new partner does not bring his share of goodwill in cash, in that situation goodwill should be adjusted through partners cap. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വഴിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. For this purpose, new partner's capital account is debited for his share of goodwill and the old partner's capital are credited in the side. അപ്പോൾ ഈ സാഹചര്യത്തിലും ന്യൂ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കുറവ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ നമ്മൾ പിടിക്കും? അവൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പിടിക്കും. അത്രേ ഉള്ളൂ. നോക്കിക്കോ. Subhash and Suresh are in partnership, sharing profits and losses in the ratio of 4:3. 4:3 എന്ന അനുപാതത്തിൽ ലാഭം പങ്കിട്ടിരുന്ന പാർട്ട്നേഴ്സ് ആയിരുന്നു സുഭാഷും സുരേഷും. They admit Suguna into partnership for 1/5 share of future profit and he pays ₹35,000 for his capital. സുഭാഷും സുരേഷും സുഗുണനെയാണ് പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്തത്. സുഗുണൻ്റെ ഷെയർ എത്രയാണ്? 1/5 ഷെയറാണ്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? 35,000 ആണ്. 35,000 ഫോർ ഹിസ് ക്യാപിറ്റൽ. ഹി ഈസ് നോട്ട് ഏബിൾ ടു ബ്രിങ് ഇൻ ക്യാഷ് ഫോർ ഗുഡ്വിൽ ആൻഡ് ദ ഗുഡ്വിൽ ഓഫ് ദ ഫെയിം ഈസ് വാല്യൂഡ് അറ്റ് ₹35,000. സുഗുണന് ക്യാഷ് ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ യാതൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. ഇനി
ഫേമിൻ്റെ ദ ഗുഡ് വിൽ ഓഫ് ദ ഫെയിം. ഇവിടെ കണ്ടോ സുഗുണൻ്റെ അല്ലേ, ഇവിടെ ഗുഡ് വിൽ ഓഫ് ദ ഫെയിം, അതാണ് ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫെയിമിൻ്റെ ഗുഡ് വിൽ എന്ന് പറയുന്നത് 35,000 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സുഗുണൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ട വരും. ഷെയർ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഗീവ് ജേർണൽ എൻട്രി എഴുതാനായിട്ട് കണ്ടോ. അപ്പോൾ ഇവിടെ സുഗുണൻ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് തന്നിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? അപ്പം നമുക്കിവിടെ ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ക്യാപിറ്റലിൻ്റെ എത്രയാണ്? 35,000 ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കിട്ടിയത് നമുക്ക് ആദ്യം എഴുതാം. എങ്ങനെയാണ് ക്യാപിറ്റൽ? പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സുഗുണാസ്. പുതിയ പാർട്ണർ സുഗുണനാണ്. ടു സുഗുണാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 35,000 ക്യാഷ് ബ്രോട്ട് ഇൻ ആസ് ക്യാപിറ്റൽ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമ്മളൊരു കാര്യം ചെയ്യുന്നത്, ഇനി ഗുഡ് വില്ലാണല്ലോ. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് സുഗുണൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് നമ്മൾ കണ്ടുപിടിക്കണം. ഫെയിമിൻ്റെ ഗുഡ് വില്ലല്ലേ 35,000. അതുകൊണ്ട് സുഗുണാസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഈക്വൽ ടു എങ്ങനെയാണ്? ഇവിടെ 1/5 അല്ലേ. അപ്പം 35,000 ഇൻറ്റു 1/5 എത്രയാണ്? 7,000 ആണ് സുഗുണൻ്റെ ഗുഡ് വില്ലിൻ്റെ ഷെയർ. അപ്പോൾ എത്രയായിരുന്നു സുഗുണൻ ഗുഡ് വില്ലായിട്ട് കൊണ്ടുവരേണ്ടിയിരുന്നത്? 7,000 ആണ്. ഇപ്പം കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞില്ലേ, നമ്മളിത് എവിടെയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? സുഗുണൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പിടിക്കാൻ പോവുകയാണ്. ഇപ്പം ക്യാപിറ്റൽ അക്കൗണ്ടിൽ 35,000 വന്ന് കിടപ്പുണ്ട്. അയാൾ കൊണ്ടുവന്നേക്കുന്ന എമൗണ്ട് അയാളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് നമ്മളത് പിടിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? സുഗുണാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് 7,000 ഇനി ഇതെന്ന് പറയുന്നത് ആർക്കുള്ളത്? ഗുഡ് വില്ലല്ലേ. അപ്പോൾ ഈ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ആർക്കുള്ളതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അപ്പോൾ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഇതിനകത്ത് ഈസി ആയിട്ട് കിട്ടുമോ എന്ന് നോക്കിക്കേ. കിട്ടുമല്ലോ. ഓൾഡ് റേഷ്യോ 4:3. ന്യൂ പാർട്ട്ണറുടെ ഷെയർ തന്നിട്ടുണ്ട് 1/5. അപ്പോൾ ഏതാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്? 4:3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി 7,000 ആണ് ഗുഡ് വില്ല്. അപ്പോൾ ഈ 7,000-നെ ഈ സുഭാഷിനും ഓൾഡ് പാർട്ട്നേഴ്സായ സുഭാഷിനും സുരേഷിനും സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. അപ്പം സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണ്. അപ്പം 7,000 ഇൻറ്റു 4/8 അല്ലല്ലോ, 4/7 അല്ലേ. 4 ടോട്ടൽ എന്ന് പറയുമ്പോൾ 7 അല്ലേ. അപ്പോൾ 4/7. അതുപോലെ തന്നെ സുരേഷിൻ്റേത് എത്ര വരും? 7,000 ഇൻറ്റു 3/7. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നരേഷനും കൊടുക്കുക. ഷെയർ ഓഫ് ഗുഡ് വിൽ ഓഫ് സുഗുണാസ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3. രണ്ടുപേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് 4,000 3,000. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രീമിയം മെത്തേഡ് ഇതോടുകൂടി തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.